കാരണം ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ വിൽക്കണ പരിപാടിയാണ്. നമ്മുടെ ഒരു സംസ്ഥാന ബജറ്റ് ഒരു വർഷം എന്ന് പറയുന്നത് 1,98,583 കോടി രൂപയാണെന്നേ. 2 ലക്ഷം കോടിയെ നമുക്ക് വേണമെങ്കിൽ റൗണ്ട് ചെയ്ത് പറയാം. 2 ലക്ഷം കോടി രൂപയുടെ ബജറ്റ് പ്രതിവർഷം അവതരിപ്പിക്കുന്ന ഒരു സംസ്ഥാനമായത്. അതിനകത്ത് 1,53,000 കോടി റെസിപ്റ്റായിട്ട് കിട്ടും. നമ്മുടെ വരുമാനമായിട്ട് ഈ സംസ്ഥാനത്തിനകത്ത് നിന്ന് തന്നെ കിട്ടും. 40,000 കോടിയാണ് നമ്മൾ കേന്ദ്രത്തിൽ നിന്ന് കടമെടുക്കുന്നത്. അപ്പോൾ അത്രയും ശക്തമായ ഒരു സമ്പദ് വ്യവസ്ഥയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ. ആ സമ്പദ് വ്യവസ്ഥ ഉള്ളപ്പോഴാണ് ഈ 1,500 കോടി രൂപയ്ക്ക് വേണ്ടി ഇനിയിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കടമെടുത്താൽ 8 അട്ടി വെച്ചതുപോലെ അത്രയും ഉയരം മാത്രമുള്ള ഒരു 1,500 കോടി രൂപയ്ക്ക് വേണ്ടി നമ്മൾ ഈ PM-ശ്രീ പദ്ധതി നടപ്പാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരള സർക്കാരിന്റെ വാർഷിക വരുമാനം 2 ലക്ഷം കോടി രൂപയാണ്. 2 ലക്ഷം കോടി രൂപ. അങ്ങനെയുള്ള ഈ കേരളം എന്ന സംസ്ഥാനം വെറും 1,500 കോടി രൂപയ്ക്ക് എന്തിന് BJP സർക്കാരിന്റെ മുമ്പിൽ മുട്ടുമടക്കണം? അങ്ങനെ മുട്ടുമടക്കിയിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തെങ്കിലും കാരണം ഇല്ലാണ്ടിരിക്കുവോ? അല്ലാണ്ട് ഈ ചെറിയ കാരണത്തിനൊന്നും വേണ്ടിയിട്ട് ഇതൊന്നും ചെയ്യില്ല എന്നുള്ളത് കുറച്ച് ചോറൊക്കെ തിന്നണേ കുറച്ച് വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്ക് മനസ്സിലാവും. ഇതിനിപ്പോ വിദ്യാഭ്യാസ മേഖല മെച്ചപ്പെടുത്താനാണെന്നൊന്നും പറയണ്ട. ഇത് നമ്മുടെ കേരളത്തിന്റെ സംസ്കാരത്തെ വിൽക്കണ പരിപാടിയാണ്. അപ്പൊ അതിനുള്ള ഉത്തരം CPM തന്നേ പറ്റൂ. കാരണം കേരളം ഒരുത്തന്റെയും വകയല്ല. പണ്ടൊക്കെ എന്തൊക്കെയായിരുന്നു CPM നേതാക്കളുടെ വർത്താനം? RSSന്റെ കാവിക്കൊടി ഇവിടെ പറത്തില്ല, ചാണകം ഇവിടെ തേക്കില്ല, RSSനെ കാണുന്നുണ്ടെങ്കിൽ വെട്ടുക, കുത്തുക, തിന്നുക. ഇതാണല്ലോ എന്നിട്ട് മൊത്തത്തിൽ ഇപ്പൊ വിൽക്കാനുള്ള തീരുമാനത്തിലാണ് കേരളം. അല്ല, ഇതും പാടിണ്ട് ബാക്കിയുള്ള എല്ലാരും വിറ്റുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ ആ സ്റ്റാലിനും ഇവിടെയും പാടിയുള്ളൂ ബാക്കി. ഇതും പാടി വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ തീരുമാനമായി. സംതിങ് ഫിഷ്യസ്.